നമസ്കാരം, ഞാൻ ദീപി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. തോൽവി തന്ന തിരിച്ചറിവ്. നിയമസഭയിലേക്കുള്ള ജനവിധി അംഗീകരിച്ച് UDF. അഴിമതി ആരോപണങ്ങൾ ചെറുക്കാൻ സർക്കാരിനായില്ല. ന്യൂനപക്ഷ വോട്ടുകൾ തടഞ്ഞു നിർത്തുന്നതിൽ പരാജയപ്പെട്ടു. തോൽവി വിലയിരുത്താൻ അടുത്ത മാസം 8-ന് വീണ്ടും യോഗം ചേരും. തോൽവി നേരിട്ടെങ്കിലും UDFന് രാഷ്ട്രീയ ഇച്ഛാശക്തി നഷ്ടമായിട്ടില്ലെന്ന് കൺവീനർ PP തങ്കച്ചൻ. ബാർ മുതലാളിമാരുടെ സഹായം LDFന് ലഭിച്ചെന്നും ആരോപണം. ഇനി തർക്കമില്ല. LDFിൽ അവശേഷിച്ച 2 മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനമായി. NCPയിൽ നിന്ന് AK ശശീന്ദ്രനും JDSൽ നിന്ന് മാത്യു ടി തോമസും മന്ത്രിമാരാകും. തോമസ് ചാണ്ടിയും ശശീന്ദ്രനും മന്ത്രിസ്ഥാനം പങ്കിടുമെന്ന വാർത്ത പുറത്തുവന്നെങ്കിലും പാർട്ടി അത് നിഷേധിച്ചു. മന്ത്രിസ്ഥാനം സംബന്ധിച്ച് NCPയിൽ തർക്കങ്ങളില്ലെന്ന് ഉഴവൂർ വിജയൻ. മന്ത്രിപദത്തെ ചൊല്ലി JDSൽ ഉയർന്ന തർക്കങ്ങൾക്ക് പരിഹാരമായത് ദേശീയ അധ്യക്ഷൻ ദേവഗൌഡയുടെ ഇടപെടലിനെ തുടർന്ന്. പാർട്ടിയിൽ ഭൂരിപക്ഷ പിന്തുണ K കൃഷ്ണൻകുട്ടിക്കായിരുന്നെങ്കിലും കേന്ദ്രം തോമസിനെ പിന്തുണയ്ക്കുകയായിരുന്നു. പ്രതീക്ഷയുടെ തലപ്പത്ത്. സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പൊതുസമൂഹത്തെ സ്വാഗതം പറഞ്ഞ് നിയുക്ത മുഖ്യമന്ത്രി പിണറായി. രാഷ്ട്രീയ വേർതിരിവില്ലാതെ എല്ലാവർക്കും സ്വാഗതം. മുഴുവൻ ജനങ്ങൾക്കും അധികാരമുള്ള സർക്കാരാണ് നാളെ അധികാരമേൽക്കുന്നതെന്നും AKG സെന്ററിലെ പത്രസമ്മേളനത്തിൽ പിണറായി. പുതിയ സർക്കാരിന് രാഷ്ട്രീയ വേർതിരിവുകളോ ജാതിമത വ്യത്യാസങ്ങളോ ഉണ്ടാകില്ല. മുഴുവൻ കേരളീയരുടെയും അഭിവൃദ്ധിക്കായി പ്രവർത്തിക്കുന്ന സർക്കാരിനൊപ്പം പൊതുസമൂഹത്തിന്റെ പൂർണ്ണ മനസ്സുണ്ടായിരിക്കണമെന്നും പിണറായിയുടെ അഭ്യർത്ഥന. ഇടത് സർക്കാരിനെ അധികാരത്തിലേറ്റിയ ജനങ്ങൾക്ക് അഭിവാദ്യങ്ങൾക്കൊപ്പം പിണറായിയുടെ മുന്നറിയിപ്പും. തന്റെ സ്വന്തക്കാരെന്ന് പറഞ്ഞ ചില അവതാരങ്ങൾ വന്നേക്കാം. അത്തരം അവതാരങ്ങളെ സൂക്ഷിക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി. മന്ത്രിമാരെ പോലെ തന്നെ ഇടത് സർക്കാരിലെ ഉദ്യോഗസ്ഥരും അഴിമതിക്കറ പുരളാത്തവരായിരിക്കും. പിണറായി പത്രസമ്മേളനം ആരംഭിച്ചത് മാധ്യമപ്രവർത്തകർക്ക് പിറന്നാൾ മധുരം നൽകി. മുഖ്യമന്ത്രി പദം പിണറായിക്ക് 72ാം ജന്മദിന മധുരം. അക്രമങ്ങൾ ആവർത്തിക്കുമ്പോൾ സംസ്ഥാനത്തെ CPM BJP സംഘർഷങ്ങളിൽ പിണറായിക്കെതിരെ വിമർശനവുമായി കുമ്മനം രാജശേഖരൻ. കേരളത്തിലെ ജനങ്ങൾക്ക് സമാധാനവും സന്തോഷവും വാഗ്ദാനം നൽകുന്ന നിയുക്ത മുഖ്യമന്ത്രി സ്വന്തം നാട്ടിലും അത് ഉറപ്പുവരുത്തണം. കണ്ണൂർ ജില്ലയിലും പിണറായിലും അക്രമ പരമ്പരകൾ ആവർത്തിക്കുന്നു. സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് സമാധാനം ഉറപ്പാക്കാൻ കഴിയാത്ത പിണറായി എങ്ങനെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സമാധാനം കാത്തുസൂക്ഷിക്കുമെന്നും BJP അധ്യക്ഷൻ. അതേസമയം BJPയുടെ അക്രമത്തിനെതിരെ ഈ മാസം 27-ന് സംസ്ഥാനത്ത് പ്രതിഷേധ ദിനം ആചരിക്കുമെന്ന് LDF. കൺവീനർ വൈക്കം വിശ്വൻ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത്. അസമിൽ ഇനി താമര സർക്കാർ. 15 വർഷത്തെ കോൺഗ്രസ് ഭരണത്തിന് അന്ത്യം കുറിച്ച് അസമിൽ ആദ്യ BJP സർക്കാർ അധികാരമേറ്റു. മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാളിനൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തത് 10 മന്ത്രിമാർ. ചടങ്ങിന് സാക്ഷ്യം വഹിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായും. 126-അംഗ നിയമസഭയിൽ 85 സീറ്റ് നേടിയാണ് BJP സഖ്യ സർക്കാർ അധികാരത്തിലെത്തിയത്. 60 സീറ്റ് നേടിയ BJPക്കൊപ്പം 14 സീറ്റുമായി അസം ഗണ പരിഷത്തും 12 സീറ്റ് നേടിയ ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടും സഖ്യം പങ്കുവയ്ക്കുന്നു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2765 രൂപ, പവൻ 22,120 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.